നിരവധി അവകാശവാദങ്ങളും പൊട്ടിത്തെറികളും വെല്ലുവിളികളുമായിരുന്നു ഈ ഇലക്ഷനിൽ നടന്നത്. എക്സിറ്റ് പോൾ റിസൾട്ട് വന്നെങ്കിലും ഇതിൽ കുറവൊന്നുമില്ല. ഇപ്പോൾ ഇതാ വിവാദങ്ങൾക്ക് വഴിവെച്ച് പുതിയ വെല്ലുവിളി പ്രഖ്യാപിച്ചിരിക്കുകയാണ് PV അൻവർ. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് ജയിച്ചാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് കോഴിക്കോട് അങ്ങാടിയിൽ നടക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥിയായ PV അൻവർ പ്രഖ്യാപിച്ചത്. ഒപ്പം സമാനമായ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുഹമ്മദ് റിയാസ് തയ്യാറാണോ എന്നും അൻവർ ചോദിക്കുന്നുണ്ട്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാ. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. പറഞ്ഞു പോയാ പോരാ. അപ്പോ ഈ ആളുകളോട് ഈ പറഞ്ഞു വരുന്ന എന്താ പറയാ, അവര് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. ഞാൻ റെഡിയാണ്. എവിടെയാ റെഡി? കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ എഴുതി ഒപ്പിടാം. വെറുതെ പറഞ്ഞു പോവില്ല. മൊട്ടയടിക്കുക മാത്രമല്ല, കമ്മലിടും. കമ്മൽ അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുക. കോഴിക്കോട്ടെ കിഡ്സൺ കോർണർ മുതൽ SM സ്ട്രീറ്റ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെയാണ് നടത്തം പ്രഖ്യാപിച്ചത്. റിയാസ് വലിയ വിജയ പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴും മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാകുമെന്നാണ് അൻവർ ഇപ്പോഴും അവകാശപ്പെടുന്നത്. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ രീതികളും അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് പാർട്ടിയിൽ നടത്തുന്ന അനാവശ്യ ഇടപെടലുകളുമാണ് CPM-നെ തകർക്കുന്നതെന്നും അൻവർ ഫറൂഖിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചാരണം കൊടിയേറിയ മണ്ഡലമായിരുന്നു ബേപ്പൂർ. സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് നാട്ടുകാരൻ എന്ന ലേബലിലും ദേശീയപാത വികസനം തുടങ്ങി പൊതുമരാമത്തിലും ടൂറിസത്തിലും മന്ത്രി എന്ന നിലയിൽ അവതരിപ്പിച്ച വികസന പദ്ധതികളുമായിരുന്നു ബേപ്പൂരിൽ തുറുപ്പുചീട്ടായി എടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയാണ് റിയാസിനുള്ളത്. കൂടാതെ 35 വർഷമായി ഇടതുപക്ഷത്തിന്റെ ഇളകാത്ത കോട്ട കൂടിയാണ് ബേപ്പൂര്. 1980 മുതൽ ഇടതു സ്ഥാനാർത്ഥികളല്ലാതെ മറ്റാരും ഇവിടെ ജയിച്ചിട്ടില്ല എന്നതാണ് പ്രധാന പ്രത്യേകത. UDF-ന് അനുകൂലമായ കാറ്റ് ഇത്തവണ വീശുമെന്ന തീവ്ര പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ ഒരു വെല്ലുവിളിയുമായി അൻവർ എത്തിയത്. അതോടൊപ്പം UDF 86 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും അൻവർ അവകാശപ്പെടുന്നുണ്ട്. മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും തന്റെ നിരീക്ഷണങ്ങളെ ശരിവെക്കുന്നതാണെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു. ഇനി മെയ് 4-ന് റിസൾട്ട് വന്നാലേ ഈ വെല്ലുവിളികൾ വിനയാകുമോ എന്നറിയാൻ സാധിക്കൂ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.